ഇത് നിനക്ക്, ഇതെനിക്ക്. എനിക്കിത് വേണ്ട സാർ. ഞാൻ പണത്തിന് വേണ്ടിയല്ല ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് SI ആയാൽ മതി. നരസിംഹ, നീ SI ആയി കഴിഞ്ഞാൽ എന്താണോ നിന്റെ പണി, ആ പണി തന്നെയല്ലേ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണോ വ്യത്യാസം? ഉണ്ട് സാർ. ഇപ്പൊ ഈ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി എനിക്ക് എന്റെ അമ്മയോട് പോലും പറയാൻ പറ്റില്ല. പക്ഷെ ഇതേ കാര്യം യൂണിഫോം ഇട്ടുകൊണ്ട് ചെയ്താ എന്റെ അമ്മ ഒരുപാട് സന്തോഷിക്കും. 2 വർഷമായിട്ട് ഞാൻ അത് ചെയ്യല്ലേ സാർ. ഇനി ഒരു 3 മാസത്തിനുള്ളിൽ SI റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്യും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നന്ദു, എന്തിനാടി ഇവൻ ഇങ്ങനെ നോക്കുന്നത്? ഡാഡി മിണ്ടാതിരിക്കെ. ഇവൻ കാരണമല്ല എന്റെ ഡാൻസ് പ്രോഗ്രാമിന് ഡാഡി വരാതിരുന്നേ. സോറി, ഞാനത് മറന്നുപോയി മോളെ. ഇവനും അതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇവൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇപ്പോഴും SI ആവാൻ നടക്കുക? എന്റെ അച്ഛനെ വിശ്വസിച്ചാ നീ ഒരു കോൺസ്റ്റബിൾ പോലും ആവില്ല. പിന്നെ പോലീസുകാർക്ക് പൊതുവെ പെണ്ണ് കിട്ടാനും പാടാ. അപ്പോ നിന്റെ അച്ഛനെ പെണ്ണ് കിട്ടിയതോ? അതെനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ഡാഡി, ഞാനൊരു വേസ്റ്റാ എന്ന് ഞാൻ പറഞ്ഞോ? ശരി, ഇവളെയും കൂട്ടിക്കൊണ്ട് അകത്ത് പോ. ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓ, സാറെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ആ റസൂൽ സിറ്റിയിലേക്ക് തിരിച്ചു വരുന്നുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. സൂക്ഷിക്കേണ്ട നിങ്ങളാണ് സാർ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ റിസ്ക് നിങ്ങൾക്കാ. ബാലുബായ്, നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാവും. അനുഭവം ഗുരു. കുജേ, നമ്മൾ 2 കോടി ചോദിച്ചു, അവൻ 4 പേരെ തട്ടി. ഇവൻ 1.5 കോടി ചോദിച്ചു, അവൻ 3 പേരെ തട്ടി. ഇനി 1 രൂപ പോലും ചോദിക്കണ്ട. ചോദിച്ചാൽ നമ്മൾ ആരും ഇനി ബാക്കി ഉണ്ടാവില്ല. നീ എന്തു പറയുന്നു? ഇതൊരു കൈവിട്ട കളിയാണ് മോനെ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. പണി കിട്ടുമ്പം പഠിച്ചോളും. എന്റെ ആളുകളെ കൊന്നവൻ തന്നെയാണ് നിങ്ങളുടെ ആളുകളെയും കൊന്നിരിക്കുന്നത്. നമുക്ക് 2 പേർക്കും അവനെ വേണം. നമ്മുടെ കൈ കൊണ്ട് അവനെ കൊല്ലണം. നമ്മുടെ ആളുകളെ കൊന്നവനെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പോയ 3 പേരെ അവൻ കൊന്നളഞ്ഞു. എന്റെ അനിയനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആരാ കൂടെ പോയത്? ഇവനാരെയും കണ്ടിട്ടില്ലെന്നാ പറയുന്നേ. നിനക്കാരെങ്കിലും സംശയമുണ്ടോ? ഇല്ലണ്ണ. എടാ കോപ്പ ശരിക്കൊന്ന് ഓർത്തു നോക്ക്. അവൻ ദൂരെയും ആയിരുന്നിരിക്കില്ല, അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നിരിക്കണം. നമ്മുടെ ആളുകൾ എവിടെയൊക്കെ പോയെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇല്ലണ്ണ. ശരിക്കും ഓർത്തു നോക്ക്. ഏതോ ഒരുത്തൻ ഒറ്റയ്ക്ക് നമ്മുടെ ആളുകളെ ഫോളോ ചെയ്ത് അവിടേക്ക് കറങ്ങി നടന്നു. കമോൺ, തിങ്ക് 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 തിങ്ക്. ഓർമ്മ വന്നണ്ണ, ഒരുത്തൻ നമ്മുടെ ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ആളുകൾ ക്യാഷ് എടുത്തോണ്ട് പോകുന്നവരെ അവൻ പുറകെ ഉണ്ടായിരുന്ന. മിക്കവാറും അവൻ തന്നെ ആയിരിക്കും. നീ എന്നോട് ഞാൻ ചോദിക്കാം. റിലാക്സ് ബാലുബായ്, റിലാക്സ്. അവനെ ഇനി കണ്ട നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയണ്ണ. അങ്ങനെ മറക്കുന്ന മുഖമല്ല അവന്റെ. എങ്ങനെ ഇരിക്കും? എന്താടാ നോക്കുന്നേ? അടിക്കണോ? എങ്കിൽ അടിക്കടാ.